എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ലാസ്റ്റ് രംഗം എന്ന് പറഞ്ഞാൽ ഇന്ന് കരയുകയായിരുന്നു. അത് അത്രയ്ക്കും നല്ലൊരു കഥയാണ്. വർഷങ്ങൾ കൂടി ഇത്രയും നല്ലൊരു കുടുംബ ചിത്രം എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ജനഹൃദയങ്ങളിലേക്ക് എത്തുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പടം നന്നായിട്ടുണ്ട്. നല്ല പഴയകാല ഒരു സിനിമ പോലെ കണ്ടപ്പം തോന്നുന്നു. വ്യക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇനിയും നമ്മൾക്ക് നല്ല അവസരങ്ങളുണ്ട്. തിയേറ്ററിലും നല്ല രൂപത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും നമ്മളെല്ലാവരും കാണുമ്പോൾ നല്ല ഫീലോടുകൂടിയാണ് കണ്ടത്. അപ്പോൾ ആ സിനിമയുടെ ഒരു ലാസ്റ്റ് രംഗം എന്ന് പറഞ്ഞാൽ ഇന്ന് കരയുകയായിരുന്നു. അത് അത്രയ്ക്കും നല്ലൊരു കഥയാണ്. സിനിമ വളരെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുകയാണ്. ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഒരമ്മ, അമ്മുമ്മ, മകൾ, ഇല്ലെങ്കിൽ നാത്തൂൻ, മുത്തശ്ശി, മുത്തശ്ശി, ഏതൊക്കെ കാറ്റഗറിയിൽ ഒരു സുഹൃത്ത്, ഇതൊക്കെ ഒരു സ്ത്രീയുടെ അലങ്കാരങ്ങൾ. ആ സ്ത്രീ ഒരു 10 മക്കളെ പ്രസവിച്ചു. അവരിലൂടെ അവരുടെ അവസാന ഭാഗം ഒരു സ്ത്രീ എന്താണ്, അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു, അതൊക്കെയാണ് ഈ ഒരു സ്ത്രീയാണ് കേന്ദ്ര കഥാപാത്രം. ഞാനാണ്. അവരിലെ കൂടെ അങ്ങനെ പോവുകയാണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു സിനിമയുടെ കഥ വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒറ്റയടിക്ക് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അവരെന്നോട് പറഞ്ഞത് ഉഷ ചേച്ചിയുടെ മുഖമായിരുന്നു നമ്മളിത് എഴുതുമ്പോൾ. അതെനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം എല്ലാ ഭാവങ്ങളും വരും. ചേച്ചിയുടെ എല്ലാ വീഡിയോ കാണുമ്പോഴും ചേച്ചി ലൈവ് വരുമ്പോഴും ഒക്കെ പല ഭാവങ്ങൾ ഇത് വരുന്നത് കൊണ്ടാണ് നമ്മൾ തന്നെ ഫിക്സ് ചെയ്തതെന്ന് പറഞ്ഞു. എൻ്റെ പേര് അശോക് എന്നാണ്. ഞാൻ കുറച്ച് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഷ്യാനെറ്റിലെ നീലക്കോയിൽ എന്നൊരു സീരിയലായിരുന്നു എൻ്റെ ഒരു 4 വർഷം, ഒരു 1600 എപ്പിസോഡ് ഒരു സീരിയലാണ്. ഒരു മെയിൻ ക്യാരക്ടറായിരുന്നു. പിന്നെ ഞാനും റോഹിത് ചേട്ടനുമായിട്ടുള്ള ബന്ധം, റോഹിത് ചേട്ടൻ ഒരു ആൽബം ചെയ്തിരുന്നു നമ്മുടെ സിനിമയിൽ നിന്ന് ഒരു 6 വർഷം മുമ്പേ. അപ്പോൾ ഇതിൽ 6-7 വർഷത്തിന് ശേഷമാണ് റോഹിത് ചേട്ടൻ എനിക്ക് ഈ സിനിമയിൽ ഇങ്ങനെ ഒരു കഥാപാത്രമുണ്ട്, ചെയ്യുമോ എന്ന് ചോദിച്ചെന്നെ വിളിക്കുന്നത്. അപ്പോൾ ഈ കഥാപാത്രം 6 വർഷം ചെയ്യുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. കാരണം ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെ നമ്മൾ ചെയ്തു. എന്നിൽ പറ്റാവുന്ന ഞാനത് ചെയ്തിട്ടുണ്ട്. നന്നായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം തന്ന റോഹിത് സാറിന് എൻ്റെ വളരെ നന്ദി ഞാൻ പറയുകയാണ്. പിന്നെ എല്ലാവരും ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരുമാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. സിനിമ നല്ലൊരു വിജയമാവട്ടെ. ഇത് തിയേറ്ററിലും നല്ല രൂപത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും നമ്മളെല്ലാവരും കാണുമ്പോൾ നല്ല ഫീലോടുകൂടിയാണ് കണ്ടത്. അപ്പോൾ ആ സിനിമയുടെ ഒരു പൾസ് എല്ലാവർക്കും വളരെ ഫീൽ ചെയ്തു. ക്ലൈമാക്സും എല്ലാം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല സിനിമയാണ്. ഇനി നല്ല രീതിയിൽ റോഹിത് സാറിന് ഒരുപാട് പടങ്ങൾ വരട്ടെ, വിജയിക്കട്ടെ. സൂപ്പറായിരുന്നു. കാരണം ഞാൻ അഭിനയിച്ചത് കൊണ്ട് പറയല്ല, നമ്മൾ കാണാൻ കയറുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പൊ കണ്ടപ്പോ എനിക്ക് തോന്നി, എന്താ പറയണേ, ഇത്രയും അധികം പ്രതീക്ഷിച്ചില്ല. നമ്മൾ അഭിനയിക്കുന്ന ഷോർട്ടായിട്ടല്ലേ. അപ്പൊ അന്നേരമുള്ള നമ്മുടെ ആ ഒരു ഇതിൽ കാണുന്ന പോലെയല്ല, സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇത് ജനഹൃദയങ്ങളിലേക്ക് എത്തുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നന്നായിട്ടുണ്ട്. നല്ലൊരു ഫാമിലി മൂവി, എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്നു. എന്നാൽ അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. നന്നായിട്ടുണ്ട്. പറഞ്ഞൊരു ക്യാരക്ടറാണ് ഈ പടത്തിൽ. ഒരു നാട്ടുകാരനായിട്ട് അഭിനയിക്കുന്ന ഒരു കള്ളുകൂടിയനായ ഒരു ക്യാരക്ടറാണ്. ഞാൻ ഒരുപാട് നാടകങ്ങളിലും സീരിയലുകളിലൊക്കെ അഭിനയിച്ചു വരുവാണ്. എൻ്റെ ഫസ്റ്റ് സിനിമയാണിത്. ആദ്യത്തെ സിനിമ ഞാൻ കണ്ട്, പടം നന്നായിട്ടുണ്ട്. നല്ല പഴയകാല ഒരു സിനിമ പോലെ കണ്ടപ്പം തോന്നുന്നുണ്ട്. റോയ്ക്ക് നന്ദി. ആദ്യമായിട്ടാണ് ഇതിനകത്ത് 2 വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ലാസ്റ്റ് രംഗം എന്ന് പറഞ്ഞാൽ ഇന്ന് കരയുകയായിരുന്നു. അത് അത്രയ്ക്കും നല്ലൊരു കഥയാണ്. എന്ത് ഒക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കഥാപാത്രം നമ്മുടെ അമ്മ കെയർ വിജയ് എന്ന നടി വന്ന് കയറിയപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. ഇപ്പം ഇതിനകത്ത് ഊന്നൽ കൊടുക്കുന്ന സ്നേഹം എന്നുള്ളൊരു കാര്യം ഇപ്പോൾ സഹോദരങ്ങൾക്ക് പോലും ഇപ്പോൾ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. പക്ഷേ ഇത് കണ്ട് എങ്കിലും ആൾക്കാർ പഠിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താടി ഞങ്ങളുടെ കുറേ കാലത്തെ കാത്തിരിപ്പിൻ്റെ ഒരു ഫലമാണ്. ശക്തമായ ഒരു കഥാപാത്രമായിട്ട് ഉഷ്ടിച്ച് തിരിച്ചു വന്നതും അതുപോലെ തന്നെ ഒരു ഡയറക്ടർ എന്താണെന്ന് കൃത്യമായി കാണിച്ചു തന്നതും സന്തോഷത്തോടുകൂടി ഞങ്ങൾ കണ്ടു. 100% വിജയം ആശംസിക്കുന്നു. ഷാജി KPS എന്നാണ് എൻ്റെ പേര്. ഇതിനകത്ത് ഷാപ്പുകാരൻ്റെ വേഷം ചെയ്തത് ഞാനാണ്. വളരെ മനോഹരമായ നിലയിൽ വളരെ വ്യക്തമായ നല്ലൊരു സിനിമ ചെയ്യാൻ കണ്ടിറങ്ങി. ഇതിനെ
എല്ലാ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയേണ്ടത് നമ്മുടെ സംവിധായകനാണ്. അദ്ദേഹം ഇത്രത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തിട്ടാണ് ഇത്രയും പുതുമുകളെ അണിനിരത്തിക്കൊണ്ട് വളരെ മനോഹരമായ നിലയിൽ ഈ സിനിമ ചെയ്യാനിടയായത്. ഇതിനകത്ത് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. എല്ലാവർക്കും നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് അതിലെ മനോഹരമായ കഥാപാത്രങ്ങളെ ചെയ്യാൻ കഴിഞ്ഞത് വളരെ സന്തോഷം അറിയിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. വളരെ നന്നായിരുന്നു. ഒന്നോടൊന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലൊക്കെ പിന്നെ ശക്തമായ കഥാപാത്രത്തിനെ അവതരിപ്പിക്കാനായിട്ട് ഉഷ മാഡം ശ്രമിച്ചത് വളരെ നന്നായിരുന്നു. എലിസബത്ത് എന്ന് പറയുന്ന കഥാപാത്രം ഉഷ മാഡത്തിൻ്റെ കയ്യിൽ വളരെ ഭദ്രമായിരുന്നു. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇനിയും നമ്മൾക്ക് നല്ല നല്ല അവസരങ്ങളുണ്ട്. അവരെ കൈയടക്കത്തോടുകൂടി തന്നെ ഇനിയും നമ്മൾക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കാനുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്നൊരു ചിത്രം കൂടിയാണ് താടി. എന്തായാലും റോയിയുടെ ഈ ആദ്യത്തെ വെഞ്ചറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇപ്പോഴത്തെ ഈ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇതുപോലെ വർഷങ്ങൾ കൂടി ഇത്രയും നല്ലൊരു കുടുംബ ചിത്രം എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അതിമനോഹരമായിട്ടുണ്ട്. നല്ല കഥയാണ്, നല്ല സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ടു മാറിയേല. നല്ല കഥയാണ്, നല്ലൊരു കുടുംബ ചിത്രം. ഈ അടിപൊളി പടങ്ങളൊക്കെ കണ്ട് മടുത്തു. പക്ഷെ ഇപ്പോൾ ഒരു കുടുംബ കഥ ഞങ്ങൾക്ക് കാണാനും കേൾക്കാനും അനുവദിച്ചു തന്നുണ്ട്. റോയു സാറിന് ഹൃദയം നിറഞ്ഞ പക്ഷേ ഞാനൊരു നന്ദി പറയുന്നു.